എല്ലാവർക്കും നമസ്കാരം. മൈ വേ ബൈ കല്യാണിയുടെ വിഷയം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് കത്തിക്കേറിയ വിഷയമായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം ആ കാര്യം എന്താണെന്നുള്ളത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇന്ന് ശരിക്കും കല്യാണിയുടെ വിഷയമല്ല സംസാരിക്കാൻ വന്നത്, കല്യാണിയെക്കുറിച്ചുമല്ല. പക്ഷേ കല്യാണിയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരിക്കലും ഈ ഒരു വ്യക്തിക്കെതിരെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ടി വരല്ലേ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ഈ ചാനൽ തുടങ്ങാൻ കാരണം ഒന്ന് സായിയുടെ വീഡിയോ കണ്ടിട്ടാണ്, 2 ഈ ഞാനിപ്പോൾ പറയാൻ പോകുന്ന വ്യക്തിയുടെ വീഡിയോകൾ കണ്ടിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഞാൻ സംസാരിക്കാൻ പോകുന്ന മറ്റാരെക്കുറിച്ചുമല്ല, ഹെലൻ ഓഫ് സ്പാർട്ട, ധന്യ എസ് രാജേഷ്. ഇന്നലെ ധന്യ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ സംസാരിച്ചത് റിയാക്ഷൻ വ്ളോഗറായിട്ടാണോ അതോ പ്രൊമോഷൻ വ്ളോഗറായിട്ടാണോ എന്ന് ഒരു സംശയം. ഒരു റിയാക്ഷൻ വ്ളോഗർ ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ സംസാരിക്കില്ല. പ്രത്യേകിച്ച് സബ്സ്ക്രൈബേഴ്സിനോട് യാതൊരു സ്നേഹമില്ലാത്ത പോലെ ഫീൽ ചെയ്തു ധന്യയുടെ വാക്കുകൾ. ധന്യ ക്ഷമിക്കുക ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യേണ്ടി വന്നതിൽ. കാര്യം ഞാൻ നിങ്ങളെയൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് റിയാക്ഷൻ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. അപ്പോൾ ആ നിങ്ങൾക്കെതിരെ തന്നെ സംസാരിക്കേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. എന്തായാലും ധന്യയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് കേട്ട് സംസാരിക്കാം. ധന്യ പറയുന്ന കുറേ കാര്യങ്ങൾ ഒട്ടും അങ്ങോട്ട് ലോജിക് ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇനി വേറൊരു കാര്യം, ഈയിടെയായിട്ട് ധന്യ ചെയ്യുന്ന കുറച്ച് വീഡിയോകൾ അത് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും. ഞാൻ ധന്യയുടെ ഒരു സബ്സ്ക്രൈബറാണ്, സ്ഥിരമായിട്ട് വീഡിയോകൾ കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്നും അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ബ്ലൈൻഡായിട്ട് സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ചില വീഡിയോകൾ, എല്ലാവല്ല കേട്ടോ, ചില സബ്ജക്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഫീൽ വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കല്യാണിയുടെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അറിയത്തേ ഉള്ളൂ. ക്ലിനിക്കിൻ്റെ ഭാഗത്താണോ അതോ കല്യാണിയുടെ ഭാഗത്താണോ എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങൾ അറിയത്തേ ഉള്ളൂ. നിലവിലെ കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതാണ്. സോ ഇനിയും ബാക്കി അപ്ഡേഷൻസ് വരുവാണെങ്കിൽ നമുക്കത് സംസാരിക്കാം. ഇവിടെ ഇപ്പോൾ ഹെലൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ ശരിക്കും വിഷമം തോന്നി. ഹെലനെ പോലൊരാൾ നാട്ടിലെ അനീതിക്കെതിരെ ശക്തമായിട്ട് പോരാടുന്ന ഒരാൾ ഇതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് സംസാരിക്കാം. അതോടൊപ്പം തന്നെ ഞാൻ തെളിവ് തരാം. പല ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെയും സബ്സ്ക്രൈബേഴ്സ് അവർ പറയുന്നതിൻ്റെ പേരിൽ കുറച്ച് പേരെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ അത് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഒരു തെളിവ് കൂടി ഞാൻ നിങ്ങൾക്ക് വെച്ചു തരാം. നമുക്ക് ഹെലന്റെ വീഡിയോ കാണാം. ഹലോ മൈ വെരി 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 ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഐ നോ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസ് കാര്യങ്ങൾ ഇട്ടിട്ട്, കാരണം തിരക്കായിട്ടുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഇടാണ്ടിരുന്നത്. അപ്പോൾ ആക്ച്വലി ഈ വീഡിയോയും വേണ്ടിയിരുന്നില്ല. അത് പോകെ മനസ്സിലാവും എന്തുകൊണ്ട് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞെന്നുള്ളത്. കേൾക്കാം. എന്റെ ഫീൽഡിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് മൈ വേ ബൈ കല്യാണി, അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തി ഏതോ ഒരു ക്ലിനിക്കിൽ പോയിട്ട് അവർക്ക് ഉണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്തതിന് ഭയങ്കരമായിട്ട് ആൾക്കാർ ട്രോളുന്നതും. ഏതോ ഒരു ക്ലിനിക്ക്, മൈ വേ ബൈ കല്യാണി ആരാണെന്ന് ഹെലൻ അറിയില്ല, ഏതോ ഒരു ക്ലിനിക്ക്. അപ്പോൾ ഇത് ഒന്നും നോക്കാതെയാണോ വന്ന് സംസാരിക്കുന്നത്? അവിടെയാണ് ഞാൻ ചോദിച്ചത്, ഹെലൻ റിയാക്ഷൻ വ്ളോഗറായിട്ടാണോ സംസാരിക്കുന്നത് അതോ ഒരു പ്രൊമോട്ടറായിട്ടാണോ? കല്യാണി ഒരു പ്രൊമോട്ടറാണ്, അതായത് ബ്യൂട്ടി പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്ത ഒരാളാണ്. അതുപോലെ ഹെലനും ചില സമയങ്ങളിലൊക്കെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഈ ഇടയ്ക്ക് തന്നെ ഖർസോപ്പിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കാണിച്ച നമ്മൾ ഈ ഖർസോപ്പിനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചതാണ്. ഞാൻ ആ വിഷയമൊന്നും ഇവിടെ വയ്ക്കുന്നില്ല. നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഈ ഖർസോപ്പിൻ്റെ പരസ്യങ്ങൾ ചെയ്യുന്ന വലിയ വലിയ നടിമാർ ഉൾപ്പെടെയുണ്ട്. ഹെലൻ മാത്രമല്ല കേട്ടോ, വലിയ വലിയ നടിമാർ ഉൾപ്പെടെ ഉണ്ട്, വലിയ വലിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഉൾപ്പെടെയുണ്ട്. ഇവരെല്ലാം ഈ സാധനം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് അത് മേടിക്കുന്ന ആൾക്കാർക്ക് യാതൊരു ഗുണം ഉണ്ടാവുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാനത് മേടിച്ച് ഉപയോഗിച്ച ഒരാളാണ്. ഇപ്പോഴല്ല കേട്ടോ, ഈ പരസ്യങ്ങൾ വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഈ പ്രൊമോഷൻസ് വരുന്നതിന് മുൻപ് തന്നെ 2 ബാർ കിട്ടും നമുക്ക്. ഈ ഖർസോപ്പ് ഓർഡർ ചെയ്യുമ്പോൾ 2 ബാർ കിട്ടുമായിരുന്നു. അതിന് അന്ന് 180 രൂപ എന്തുമായിരുന്നു വില ഈ 2 സോപ്പിനും. ഏകദേശം ഒരു മാസത്തോളം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, 25-30 ദിവസത്തോളം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല. എൻ്റെ കൈ ആയിക്കോട്ടെ, എൻ്റെ ഫേസ് ആയിക്കോട്ടെ, ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. കുറച്ച് മണമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അതും പെട്ടെന്ന് തീരുന്ന മണം. ഇതാണ് ഖർസോപ്പ് ഉപയോഗിച്ച എൻ്റെ അനുഭവം. ഞാൻ പറഞ്ഞു റീസെൻ്റായിട്ട് ഉപയോഗിച്ചതല്ല, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, ഈ പ്രൊമോഷൻസ് ഒക്കെ തുടങ്ങുന്നതിന് മുൻപ്. ഓക്കെ, ആ സോപ്പിനെയാണ് ഹെലൻ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ടാൻ പോകുന്നു, ഭയങ്കരമായിട്ട് വെളുക്കുന്നു എന്നൊക്കെ കാണിച്ചുകൊണ്ട് വീഡിയോ വന്നിട്ടുണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് തെളിവുണ്ട്. കാരണം ഒരു കൈ ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നു, ഒരു കൈ ടാൻ അടിച്ച പോലെ ഇരിക്കുന്നു. എന്നാൽ അത് ലൈറ്റപ്പ് ചെയ്തതിൻ്റെ വ്യത്യാസത്തിൽ വന്ന കാര്യമാണ് എന്ന് ഒരുപാട് പ്രാവശ്യം പറയുന്ന കാര്യമാണ്. ഇത് ആക്ച്വലി അവർ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് ഇവർ അവതരിപ്പിക്കുന്നത് മാത്രം. പക്ഷേ ഹെലൻ പറയുന്ന ഒരു പോയിന്റ്, ഞങ്ങൾ പരിചയപ്പെടുത്തുക മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ പോരെ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ബാക്കി ഹെലൻ പറയട്ടെ. നെഗറ്റീവായിട്ട് അത് ചിത്രീകരിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ആൾക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഇൻഫെക്ഷനും കാര്യങ്ങളും ഒക്കെ സ്കിന്നിൽ വന്നിട്ട് 7 മാസമായിട്ട് ആളിത് പറഞ്ഞില്ല, ആൾക്കാരോട് ഇത് ചികിത്സിക്കുകയാണ് എന്ന് പറഞ്ഞില്ല, ആൾക്കാരെ പറ്റിക്കുന്നു, ആനയാണ്, ചേനയാണ്, ചെരങ്ങയാണെന്നൊക്കെയാണ് നിങ്ങളുടെ വിഷയം. അത് തെറ്റല്ലേ ഹെലൻ? ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്ളോഗർ അവരുടെ ലൈഫിലുള്ള മറ്റെല്ലാ കാര്യങ്ങളും ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്.
പക്ഷേ എന്തുകൊണ്ടാണ് താൻ ക്ലിനിക്കിൽ പോകുന്ന കാര്യവും അവിടെ ഇന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന കാര്യവും പല ആൾക്കാരും അവരുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ആൾക്കാർ ചോദിക്കവർ ചെയ്തു, ചേച്ചി ഫേസിന് എന്താ പറ്റിയത്, ചേച്ചിയുടെ തടി എങ്ങനെയാണ് കുറഞ്ഞത് എന്നൊക്കെ ചോദിക്കവർ ചെയ്തു. പക്ഷേ മറുപടി പ്രോപ്പറായിട്ട് കൊടുത്തിട്ടില്ല. ഓക്കെ, അത് തെറ്റല്ലേ? കാരണം ഈ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതേ ബ്യൂട്ടി പ്രോഡക്ട്സ് അല്ലേ അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ബ്യൂട്ടി പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് അവർക്ക് ഈ സ്കിൻ ഡിസീസ് വന്നതെന്ന് പറയപ്പെടുന്നു. ഓക്കെ, അതിന് വരും ദിവസങ്ങളിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ. എന്താണ്, അതോ ഇവർക്ക് പാരമ്പര്യമായിട്ടുണ്ടായ സാധനമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു വരട്ടെ. അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ ഇവർ ഈ ക്ലിനിക്കിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത്, അതും ലക്ഷങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ആണെന്ന് ഓർക്കണം. അതെടുത്തിട്ട് തിരിച്ച് വന്നിട്ട് എൻ്റെ ഫേസ് ഗ്ലോ ആയത് ഈ ക്രീം ഉപയോഗിച്ചാണ്, എൻ്റെ ഫേസ് ഇങ്ങനെ ആയത് ഈ സോപ്പ് ഉപയോഗിച്ചാണ് എന്നൊക്കെ പറയുമ്പോൾ അത് സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്നതല്ലേ? അതിനെ ന്യായീകരിച്ച് ഹെലൻ വന്നതിലാണ് ഒരു ചെറിയ സങ്കടമുള്ളത്. ഓക്കെ, ബാക്കി കേൾക്കാം. അതുപോലെ തന്നെ ഇവർ പൈസക്ക് വേണ്ടി ആരെ വേണമെങ്കിലും പറ്റിക്കും പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്തിട്ട്. ഇപ്പം എൻ്റെ വന്നിട്ടുള്ളത് ഗർസോപ്പിൻ്റെതാണ്. ഞാൻ ഗർസോപ്പ് മാത്രമല്ല, ഞാൻ കുറേ പ്രൊഡക്റ്റുകൾ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരും ഈ വേബൈ കല്യാണി ആവട്ടെ, പിന്നെ ഗ്ലാമി ഗംഗ ആവട്ടെ, ഈ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആരും തന്നെ ഒരാളുടെയും വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ അവരെ പേഴ്സണലി വിളിച്ചിട്ടോ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിയേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിന് മുന്നിൽ നാളെ സൂര്യൻ ഉദിക്കില്ലെന്നോ നാളെ നിങ്ങളെ തീർത്ത് കളയുന്നു ആരും പറയുന്നില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇഫ് യു വോണ്ട് ടു, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. ഇതൊരു തരം അഹന്തയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ടു ബി ഫ്രാങ്ക് പറയുകയാണ്, ഇതൊരു തരം സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു തരം പുച്ഛത്തോടെ നിൻ്റെയൊക്കെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കും, നിനക്കൊക്കെ വേണമെങ്കിൽ മേടിച്ചാൽ മതി എന്നൊരു ഫീലാണ് വരുന്നത്. ഒരിക്കലും ഒരു യൂട്യൂബറും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമ്മളെ വിശ്വസിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യത്തെ കണ്ടിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും വാല്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഖർസോപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരു ബ്യൂട്ടി പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അവർ കാണുന്നത്, കാരണം അവർ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ, നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു സാധനമാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ വ്യക്തി വിചാരിക്കും, ഞാനൊരു സോപ്പ് മേടിക്കാൻ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു സൺസ്ക്രീൻ മേടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, ഇവർ ഉപയോഗിച്ച് നല്ലതാണെന്ന് പറയുന്നുണ്ടല്ലോ, അത് വാങ്ങിച്ചേക്കാം എന്നും പറഞ്ഞ് അവരെന്ത് ചെയ്യും? അത് പോയി വാങ്ങിക്കും. അത് നല്ലതാണോ മോശമാണോ എന്നൊന്നും അവർ ചിന്തിക്കില്ല. അവരുടെ വിശ്വാസം എന്താണ്? അവർ വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്ത നിങ്ങൾ അത് പറഞ്ഞു. നമുക്കറിയാം, മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഭീകരമാണ്, ശരിയല്ലേ? ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് ഇത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകാൻ വളരെ ഈസിയാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഓരോ യൂട്യൂബേഴ്സും. നിങ്ങളുടെ നാവിൽ നിന്ന് നിങ്ങൾ പറയുന്ന കാര്യമാണ്. ഹെലൻ ഇവിടെ പറയുന്നുണ്ട്, ലാലേട്ടൻ പരസ്യം ചെയ്യുന്നു, ധോണി പരസ്യം ചെയ്യുന്നു, മമ്മൂക്ക പരസ്യം ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് പേര് പരസ്യം ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അവരാരും ഓരോ ദിവസം വന്നിട്ട് ഒരേ കാര്യം തന്നെ, ഒരേ സാധനം തന്നെ വ്യത്യസ്ത ബ്രാൻഡുകളുടെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇന്ന് വന്നിട്ട് പറയുന്നു, നിങ്ങൾ കണ്ണൻ ദേവൻ ഉപയോഗിക്കൂ. ഹെലൻ പറയുന്ന എക്സാമ്പിൾ ഞാൻ പറയുന്നത്, അതിലേക്ക് നമുക്ക് വരാം. ഇന്ന് കണ്ണൻ ദേവൻ ഉപയോഗിക്കൂ, നാളെ വന്ന് ലാലേട്ടൻ പറയുന്നു നിങ്ങൾ ഇന്ന് 3 റോസസ് ഉപയോഗിക്കൂ, മറ്റന്ന് വന്ന് ലാലേട്ടൻ പറയുന്നു നിങ്ങൾ AVT ഉപയോഗിക്കൂ. അങ്ങനെ പറയുന്നില്ല. മാത്രമല്ല, നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യൂ, ലിങ്ക് കമൻറ്റ് ചെയ്യൂ, ഞാൻ അയച്ചുതരാം എന്നും പറയുന്നില്ല. അത് പരസ്യമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. പക്ഷേ ഇവിടെ ഇവർ വിശ്വസിക്കുന്ന ഒരു വ്യക്തി വന്നിട്ട് പറയുവാണ്, ഈ സബ്സ്ക്രൈബേഴ്സ് വിശ്വസിക്കുന്ന ഒരു വ്യക്തി വന്ന് പറയുവാണ്, നിങ്ങൾ ഈ സാധനം ഉപയോഗിക്കും, ഞാൻ ഉപയോഗിച്ച് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്, ദേ കണ്ടില്ല എൻ്റെ ഫേസ് ഇത്രയും ഗ്ലോ ആയി, ടാൻ മാറി എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൽ പെട്ടുപോകുന്നത് 18, 19, 20 വയസ്സുള്ള പിള്ളേരാണ്, കുട്ടികളാണ്. കാരണം അവർ ഇതേക്കുറിച്ച് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അറിയാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും അറിയില്ലാത്ത കുട്ടികളുണ്ട്. അവർ നോക്കുമ്പോൾ എന്താ, പുതിയൊരു പ്രോഡക്റ്റ്, നല്ല പ്രോഡക്റ്റ്, ഞാൻ എത്രയധികം ഇഷ്ടപ്പെടുന്ന, ഞാൻ ഒബ്സസ്ഡ് ആയ എൻ്റെ ചേച്ചി, അങ്ങനെയൊക്കെയാണല്ലോ കാണുന്നത്. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ കാണുന്നത് ചേച്ചി കുട്ടി, അനിയത്തി, മോളെ എന്നൊക്കെയാണല്ലോ വിളിക്കുന്നത്. അല്ലാണ്ട് ധന്യ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് വളരെ കുറച്ച് ആൾക്കാരേ ഉണ്ടാവുള്ളൂ. ഞാൻ ധന്യയുടെ വീഡിയോ ചെയ്യുന്നതാണ് ധന്യയുടെ കാര്യം പറയുന്നത് കേട്ടോ. എല്ലാവരുടെ കാര്യവും ഓൾമോസ്റ്റ് എല്ലാവരും ഇതുപോലൊക്കെ തന്നെയാണ്. അവരവർ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന സാധനം വാങ്ങാൻ അവർ താല്പര്യം കാണിക്കും. ഞാൻ തെളിവ് തരാം, വെയിറ്റ് ചെയ്യൂ, ബാക്കി കേൾക്കാം. മാർക്കറ്റിൽ ദിസ് പ്രൊഡക്റ്റ് ഈസ് അവൈലബിൾ. ഓക്കെ, ഏതൊരു ഇപ്പൊ എനിക്ക് എന്റെ സ്കിന്ന് പിന്നെ റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എന്റെ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഓടിപ്പോയി ഇവിടെ അടുത്തുള്ള ഡെർമറ്റോളജിസ്റ്റിനോ, ഞാൻ പൊതുവെ ചെറുപ്പം തൊട്ടേ കാണിക്കുന്നുള്ളത് ഇവിടെയുള്ള നമ്മുടെ കാസർഗോഡുള്ള വിഷ്ണുഭട്ട് എന്ന് പറയുന്ന ഡോക്ടറിനെയാണ് എന്റെ സ്കിൻ ഞാൻ കാണിക്കുന്നുള്ളത്. എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ഇതുവരെ ദൈവം സഹായിച്ച് ഇതുവരെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടും വിഷയങ്ങൾ കാര്യങ്ങൾ വന്നിട്ടില്ല. വരാതിരിക്കട്ടെ, ഒരിക്കലും ആർക്കും ഒരു ഇഷ്യൂവും വരാതിരിക്കട്ടെ. ധന്യ ഈ പറഞ്ഞ കാര്യം, ധന്യയ്ക്ക് സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ വിഷ്ണു ഭട്ട് എന്ന് പറയുന്ന ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കാണാൻ കൺസൾട്ട് ചെയ്യാറുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഏതെങ്കിലും ക്രീം പ്രൊമോട്ട് ചെയ്യാൻ വരുമ്പോൾ എന്താ പറയുന്നത്? ധന്യ മാത്രമല്ല, എല്ലാ ബ്യൂട്ടി വ്ളോഗേഴ്സും പറയുന്നത് എന്താണ്? ദേ, ഞാൻ ഈ ക്രീം തേച്ചിട്ടാണ് എൻ്റെ പിമ്പിൾ മാറിയത്, ഈ ക്രീം തേച്ചിട്ടാണ് എൻ്റെ ഫേസ് ഗ്ലോ ആയത്, ഈ ക്രീം തേച്ചിട്ടാണ് എൻ്റെ സ്കിൻ ഇത്രയും അടിപൊളിയായത് എന്നല്ലേ പറയുന്നത്? അതോ വേറെ എന്തെങ്കിലും ആണോ? നിങ്ങളിത് മാർക്കറ്റ് ചെയ്യാനല്ലേ ശ്രമിക്കുന്നത്? ഒബ്വിയസ്ലി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇതാണ്, ഞാൻ ഈ ക്രീം തേച്ചിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഖർസോപ്പിൻ്റെ പരസ്യം ഞാൻ എടുക്കാം. ഹെലൻ എന്താ പറയുന്നത്? ഈ സോപ്പ് ആദ്യ ദിവസം കൊണ്ടൊന്നും നിങ്ങൾ ഒരു മാറ്റവും പ്രതീക്ഷിക്കേണ്ട, പക്ഷേ 7 ദിവസം കൊണ്ട് മാറ്റം ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷെ മാറ്റം ഉണ്ടാവുമോ? നിങ്ങൾക്ക് മനസാക്ഷ്യത്തോട്ട് പറയാൻ പറ്റുമോ മാറ്റം ഉണ്ടാവുമെന്ന്? പൈസ വേസ്റ്റ്, അത്രമാത്രം. പൈസയിൽ മാറ്റം ഉണ്ടാവും, അതല്ലാണ്ട് ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചതുകൊണ്ട് നമുക്കൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. അത് നിങ്ങൾക്കും അറിയാം, ഇത് വിൽക്കുന്നവർക്കും അറിയാം, കുറച്ച് ജനങ്ങൾക്കും അറിയാം.
പക്ഷേ ജനങ്ങളിൽ കുറച്ച് പേര്, ഒരു വിഭാഗം ആൾക്കാർ നിങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ വന്ന് ലിങ്ക് ഒന്ന് കമൻറ്റ് ഇടും, നിങ്ങൾ ലിങ്ക് അയച്ചു കൊടുക്കും, അവർ കയറും, മേടിക്കും, അവർ ഉപയോഗിക്കും. പിന്നെ ചെറിയ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത്രയല്ലേ ആയുള്ളൂ, അത് നിസ്സാരമായിട്ടും കളയും. പക്ഷേ ഒരാൾ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പണി പാളുന്ന കാര്യമാണ്. ഒരുപാട് കംപ്ലയിൻറ്റുകൾ പോയിട്ടുണ്ട്, പല ആൾക്കാർക്ക് നേരെ, പല സെലിബ്രിറ്റീസിനും നേരെ കംപ്ലയിൻറ്റ് പോയിട്ടുണ്ട്, പല നഷ്ടപരിഹാരങ്ങൾ പലരും വാങ്ങിയിട്ടുമുണ്ട്. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഹെലൻ എന്തിനാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ട്രേഡിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തതിൻ്റെ പേരിൽ വന്ന് സോറി പറഞ്ഞത്? ഇതൊന്നും വേണമെന്നുള്ളവർ വാങ്ങിച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ അങ്ങനെ വിചാരിച്ചാൽ പോരായിരുന്നോ? എന്തിനാണ് വന്ന് സോറി പറഞ്ഞത്? ഞാൻ അറിയാണ്ട് സംഭവിച്ചു പോയാണ്, ഇത്രയും പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സോറി പറഞ്ഞ എന്തിനു വേണ്ടിയായിരുന്നു? അപ്പോൾ ഒരു പ്രോഡക്റ്റ് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു എത്തിക്സ് അല്ല, ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം, ശരിയല്ലേ? നമ്മളെ വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം എന്നൊക്കെ പല ആൾക്കാരും പറയുന്നത് എന്തിനാ? ഞാനും പറയാറുണ്ട്. എന്തിനാ പറയുന്നത്? അവർ വന്ന് നമ്മുടെ ചാനലിൽ വ്യൂ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ, ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയുന്നത്. അവർ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ നമ്മൾ ചീറ്റ് ചെയ്യുന്നത് ശരിയാണോ? നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, ഞാനിത് പ്രൊമോട്ട് ചെയ്യാണ്, പരിചയപ്പെടുത്താണ്. ഇത് പരിചയപ്പെടുത്തലല്ല, ഞാൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഉപയോഗിക്കുന്നു, എനിക്കിത് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൗത്ത് പബ്ലിസിറ്റി കൊടുക്കുകയാണ് ത്രൂ യുവർ ചാനൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ, ഹെലൻ മാത്രമല്ല ഈ രീതിയിൽ പ്രൊമോഷൻ ചെയ്യുന്ന ഓരോരുത്തരും, ഈ ഫേക്ക് പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന, ഇന്ന് ഒരു ക്രീം, നാളെ വേറൊരു ക്രീം, മറ്റന്നാൾ അടുത്ത ക്രീം, ഒരു ദിവസം തന്നെ 3 ക്രീം, അങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ശരിക്കും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിങ്ങൾ പറയാറുണ്ട് ആവശ്യക്കാർ വാങ്ങിച്ചാൽ പോരെ. ആവശ്യക്കാരുണ്ടോ? ഒരുപാട് പേര് ഈ പല വീഡിയോയുടെയും താഴെ വന്നിട്ട് ചേച്ചി ലിങ്ക് ഇടൂ എന്ന് പറഞ്ഞ് ലിങ്ക് കമന്റ് ഇട്ടിട്ടുണ്ട്. ബാക്കി ഹെലനെ കൂടെ കേട്ട് തെളിവ് തരാം, കേൾക്കാം. അല്ലാണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ, വിറ്റാമിന്റെ കുറവ്, അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇതിനെന്താ പറയാ, സൺ ഇത് കാരണം എന്റെ ഫേസിൽ പണ്ട് തൊട്ടേ അതൊക്കെ ഞാൻ കാണിക്കുന്നത് ഇവിടെയുള്ള വിഷ്ണുഭട്ട് എന്ന് പറയുന്ന ഡോക്ടറെയാണ്. ഞാൻ ഒരാളുടെയും വീഡിയോ കണ്ടിട്ട് പോയിട്ട് ആ പ്രോഡക്റ്റ് വാങ്ങി പർച്ചേസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഹെലൻ വാങ്ങില്ലായിരിക്കും. സൺസ്ക്രീൻ ഹെലൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ലേ? അപ്പോൾ സൺ ടാൻ വരുമ്പോൾ എന്തിനാണ് അവിടെ പോകുന്നത്? ഈ ക്രീം തേച്ചാൽ പോരായിരുന്നോ? പക്ഷെ പറയുന്നത് എന്താണ്? വീഡിയോയിൽ പറയുന്നത് എന്തായിരിക്കും? ഞാൻ വീണ്ടും പറയുന്നു, ഹെലൻ മാത്രമല്ല എല്ലാ ബ്യൂട്ടി വ്ളോഗേഴ്സും വീഡിയോയിൽ പറയുന്നത് എന്തായിരിക്കും? ഇത് തേച്ചപ്പോൾ ആ സണ്ണിൽ നിന്നുള്ള ബേണിങ് മാറി എന്ന് പറയും. എന്തേ ആ ക്രീം തേച്ചാൽ പോരായിരുന്നോ? എന്തിനാണ് ഡോക്ടറെ അടുത്ത് പോകുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? അപ്പോൾ ഇതൊക്കെയാണ് ഒരു തരം എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചൊരു ഘടകമാണ്. ഇങ്ങനെ വന്നിട്ട് ഒരു റിയാക്ഷൻ വ്ളോഗർ എന്ന് പറയുന്ന ഒരാൾ തന്നെ വന്നിട്ട്, ഞാൻ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നില്ല, ഹെലൻ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് ഇഷ്ടമല്ല, ഒരു റിയാക്ഷൻ വ്ളോഗർ തന്നെ വന്നിരുന്നിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെ മോശമായിപ്പോയി. ബാക്കി കേൾക്കാം. നിങ്ങൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ മലയാള സിനിമ നടൻ മോഹൻലാൽ ഒരു ഐസ്ക്രീമിന്റെ പരസ്യം കിവിയാണെന്ന് തോന്നുന്നു ചെയ്യുന്നുണ്ട്. മേരി ബോയ് ആണെന്ന് തോന്നുന്നു. ഡെയിലി അവരുടെ വീട്ടിൽ ഐസ്ക്രീം അവർ തിന്നുന്നുണ്ട്. അവർ ഡയറ്റ് ഒക്കെ ചെയ്യുന്ന ആളായിരിക്കും, ഐസ്ക്രീമേ കഴിക്കുന്നുണ്ടാവില്ല. പിന്നെ കണ്ണൻ ദേവൻ ചായ, ചിലപ്പോൾ ഈ ലാലേട്ടൻ ചായ കുടിക്കുന്ന വ്യക്തിയായിരിക്കില്ല. നിങ്ങളെന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ലാലേട്ടൻ രാവിലെ കണ്ണൻ ദേവൻ ചായ കുടിച്ച് രാത്രി ഉറങ്ങുമ്പോൾ കിവിന്റെ ഐസ്ക്രീം വെച്ച് ഡെസേർട്ട് നിന്ന് ഡെയിലി കിടക്കുന്ന ആളാണെന്നാണോ? ഇനി നെക്സ്റ്റ് നമ്മള് ക്രിക്കറ്റ് താരം മഹേന്ദ്ര സിംഗ് ധോണി. ക്രിക്കറ്റ് ഇതുവരെയും കളിച്ചത് പിന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിന് മുന്നേ ബൂസ്റ്റ് കലക്കി കുടിച്ചിട്ടായിരിക്കും, ആ എനർജിക്ക് വേണ്ടിയിട്ട്. പിന്നെ ചന്ദ്രികന്റെ പരസ്യം ചെയ്തിട്ടുള്ള അമല പോള്, കീർത്തി സുരേഷ്, ഇവരൊക്കെ ചന്ദ്രിക സോപ്പിട്ടാണ് കുളിക്കുന്നത്. ഇവര് ഡെയിലി. പിന്നെ ഫെയർ ആൻഡ് ലവ്ലിന്റെ പരസ്യത്തിലുണ്ടായിരുന്ന യാമി, അവരൊക്കെ ഫെയർ ആൻഡ് ലവ്ലി മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്. ആലിയ ഭട്ട് കുറെ പ്രൊമോഷൻസ് ചെയ്തിട്ടുണ്ട്, അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ? അതൊന്നും ഇവർക്ക് പ്രശ്നമുള്ള കാര്യം. നല്ല രസമുണ്ട് കേട്ടിരിക്കാൻ, നല്ല രസമുണ്ട്. ലാലേട്ടനെയും ധോണിയും ആലിയ ഭട്ടിനെയും അമല പോളിനെയും ഒക്കെയാണ് കമ്പയർ ചെയ്യുന്നത്. എടോ, അവർ ചെയ്യുന്നത് പരസ്യമാണെന്നുള്ള ബോധം എല്ലാ ജനങ്ങൾക്കും ഉണ്ട്. അവർ ടി വിയിൽ വൺ ടൈം വന്നിട്ട് പരസ്യം ചെയ്തങ്ങ് പോകുന്നു, പരസ്യങ്ങൾ റിപ്പീറ്റായിട്ട് കാണുന്നു. പരസ്യം വരുമ്പോൾ പല ആൾക്കാരും ചാനൽ മാറ്റുക ചെയ്യുന്നത്. ഈ പരസ്യം കണ്ടുകൊണ്ടിരിക്കത്തില്ല. പരസ്യമായിട്ട് കാണാൻ ആൾക്കാർക്ക് അറിയാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെപ്പോലുള്ള ബ്യൂട്ടി വ്ളോഗേഴ്സ്, ഞാൻ ഇവിടെ ഹെലനെ ഒരു റിയാക്ഷൻ വ്ളോഗറായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഈ ഒരു കാര്യത്തിൽ. കാരണം ഹെലൻ ബ്യൂട്ടി വ്ളോഗറെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലുള്ള ബ്യൂട്ടി വ്ളോഗേഴ്സ് അത്തരം പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു, വീണ്ടും എനിക്ക് പറയാൻ താല്പര്യമില്ല, പക്ഷെ എന്നാലും ഒന്ന് സൂചിപ്പിക്കുകയാണ്, നിങ്ങൾ ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് പല ചേച്ചിമാരും പല അനിയത്തിമാരൊക്കെ കാണുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചേച്ചി ലിങ്ക് ഇടൂ, ചേച്ചി ആ പ്രോഡക്റ്റ് ഏതാണ്, ചേച്ചി അതിൻ്റെ വില എത്രയാണ്, ചേച്ചി എനിക്ക് മേടിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നത്. നിങ്ങളെ അവർ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളിപ്പോൾ തള്ളി പറഞ്ഞിരിക്കുന്നത്. നിനക്കൊക്കെ വേണമെങ്കിൽ മേടിച്ചാൽ മതി, ഞങ്ങളുടെ പണിയാണ് ഇത്. തട്ടിപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പോൾ ജോലിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ ഞാനും മനും കൂടി വീഡിയോ ചെയ്തപ്പോൾ സംസാരിച്ചു. ആസ്ട്രോടോക്കിൻ്റെ പരസ്യം പ്രൊമോട്ട് ചെയ്തിട്ട് ഒരു വ്ളോഗർ വന്ന് സംസാരിച്ച ഡയലോഗാണ്, അതിൻ്റെ ജോലിയല്ലേ എന്ന്. അപ്പോൾ ഇത്തരം തട്ടിപ്പുകളാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതും. ഇവരുടെയൊക്കെ തട്ടിപ്പിൽ വീഴുന്നത് ഇവരുടെ സബ്സ്ക്രൈബേഴ്സും, ഒരു കൂട്ടം സബ്സ്ക്രൈബേഴ്സ്, എല്ലാവരുമല്ല. ഇവരോടുള്ള ഇഷ്ടം കൊണ്ട്, ഇഷ്ടത്തെയാണ് മുതലെടുക്കുന്നത്. ആ വാക്കാണ് സ്പെസിഫൈ ചെയ്യേണ്ടത്, ഇഷ്ടത്തെ. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇഷ്ടത്തെയാണ് നിങ്ങൾ മുതലെടുത്ത് കാശായിട്ട് മാറ്റുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ട് അല്ലേ? ഈ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ലോ, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ സബ്സ്ക്രൈബേഴ്സിനാണ് നിങ്ങൾ ഇന്ന്
വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇത് ഹെലൻ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും ഹെലനെ എന്താ പറയുക അടച്ചാക്ഷേപിക്കാൻ വേണ്ടി ചെയ്തല്ല, ഹെലനെ മാത്രമായിട്ട് ചെയ്യുന്നതല്ല. പക്ഷേ ഈ ഒരു കാര്യം ഹെലൻ ചെയ്തത്, ഈ ഒരു റിയാക്ഷൻ, ഈ ഒരു വീഡിയോ ഹെലൻ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഓക്കെ, കാരണം യു ആർ എ റിയാക്ഷൻ വ്ളോഗർ. നിങ്ങൾ പല കാര്യങ്ങളും റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇത്തരമൊരു തട്ടിപ്പ് പരിപാടി നിങ്ങൾ റിയാക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു, നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു, അത് സപ്പോർട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞാണ്, അത് മനസ്സിലാവുന്നു. പക്ഷേ അതിന് നിങ്ങൾ യൂസ് ചെയ്ത പ്രയോഗങ്ങൾ, കമ്പാരിസൺ, അതൊന്നും ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങളായിപ്പോയി. അതിന് മുന്നോട്ട് പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ തെളിവിലേക്ക് പോകാം. നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിനെ നിങ്ങൾക്ക് അറിയാമല്ലോ. സുജിൻ്റെ പെങ്ങൾ കുഞ്ചൂസ് എന്നാണെന്നാണ് പേര്. കുഞ്ചൂസിൻ്റെ ഒരു വീഡിയോ നമുക്ക് കാണാം. അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ തട്ടിപ്പ് നല്ല വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. നമുക്ക് കുഞ്ചൂസിൻ്റെ വീഡിയോ ഒന്ന് കാണാം. കുഞ്ചൂസിൻ്റെ കാലൊന്ന് ഫ്രാക്ചർ ആയിട്ടിരിക്കുകയാണ്. ബാൻഡേഡൊക്കെ ചുറ്റി വെച്ചേക്കാണ്. സോ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ഒരു ഇഞ്ചുറി പറ്റണത്. അതും എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ആയിരുന്നു. എന്നാൽ ഇതെല്ലാം മാറി റെസ്റ്റ് ചെയ്തിട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല. കാര്യം എൻ്റെ അമ്പൂരിന് സ്കൂളുണ്ട്. അപ്പോൾ നേരെ ഞാൻ വിഷ്ണുവിൻ്റെ വീട്ടിൽ വന്നു. രാവിലെ എണീറ്റ് അങ്ങനെ നടക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ബെഡ് ഇരുന്നിട്ട് എൻ്റെ മുടിയൊക്കെ കെട്ടി. അതിനുശേഷം ഞാൻ പമ്മി പോകുന്നത് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യണം, ബ്രഷ് ചെയ്യണം. അപ്പോൾ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള നാറ്റ് ഹാബിറ്റിൻ്റെ ബ്രൈറ്റനിങ് ആൻഡ് ഡീറ്റാൻ ഉപ്റ്റാൻ ഫേസ് വാഷ് ആണ് കേട്ടോ. ഇതാണ് പ്രോഡക്റ്റ് കേട്ടോ. ഞാനിത് പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾ ആരും കണ്ടിട്ട് അതിപ്പോൾ മേടിക്കൊന്നും വേണ്ട. ഇത് കുഞ്ചൂസിൻ്റെ പ്രൊമോഷൻ എന്തിനെക്കുറിച്ചാണ് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ്. ബാക്കി കേൾക്കാം. യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടാണ് കേട്ടോ ഞാനും ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ നിർത്തി വാങ്ങിയത്. ഇപ്പോൾ റീസെൻ്റ്ലി കുറേ ആയിട്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ ഗൈസ്, ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ബ്രൈറ്റനിങ് ഉണ്ട്. നമ്മുടെ ഫേസിലെ ടാൻ പോവും, നമ്മുടെ ഫേസിലെ പിഗ്മെൻറ്റേഷനൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ബ്രൈറ്റ് ആവും. ഗൈസ് ട്രസ്റ്റ് മീ, നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ പ്രോഡക്റ്റ് പറഞ്ഞ വാക്ക് കേട്ടല്ലോ ഗൈസ്. ട്രസ്റ്റ് മീ, എന്നെ ട്രസ്റ്റ് ചെയ്യൂ, നിങ്ങളിത് ഉപയോഗിച്ച് നോക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങളിതേ ഈ ഫോട്ടോ ഒന്ന് നോക്കിയേ. ഇവിടെ മേളത്തെ ഫോട്ടോ ബിഫോർ ഫോട്ടോയാണ്. കണ്ടല്ലോ, ബിഫോർ ആയിട്ട് കാണിച്ചിരിക്കുന്ന ഫോട്ടോയാണ്. ഫേസ് ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നു, ഭയങ്കര എന്താ പറയുക ഒരു ഉറക്കച്ചടവൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഫോട്ടോയാണ്. താഴത്തെ ഫോട്ടോ നോക്കിയേ, ഭയങ്കര ഗ്ലോ, വെളുത്ത് തുടുത്ത് ആപ്പിൾ കഷ്ണം പോലെ ഇരിക്കുന്നു അല്ലേ? കണ്ടല്ലേ വെളുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയേ. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ബാക്ക്ഗ്രൗണ്ട്, ആദ്യത്തെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ? ബിഫോർ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഡള്ളായിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ കുഞ്ചൂസ് ഈ ഫേസ് വാഷ് വെച്ചിട്ട് ഈ ചുവര് കഴുകിയോ? താഴത്തെ ഫോട്ടോ നോക്കിയേ, താഴത്തെ ഫോട്ടോയും ആ ബാക്ക്ഗ്രൗണ്ട് നോക്കിയേ, കണ്ടില്ലേ? താഴത്തെ ഫോട്ടോയിൽ എന്താ കഴുകിയോ അതോ മേളത്തെ ഫോട്ടോ കഴുകിയോ? എന്താ സംഭവിച്ചത്? താഴത്തെ ഫോട്ടോയിൽ ലൈറ്റപ്പ് ചെയ്തിട്ടെടുത്ത ഫോട്ടോ അല്ലെങ്കിൽ ഫിൽറ്റർ ഇട്ടെടുത്ത ഫോട്ടോ, മേളത്തത് നോർമൽ ഫോട്ടോ. നമുക്ക് ബാക്കി കേൾക്കാം. ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ ഗൈസ്, ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ബ്രൈറ്റനിങ് ഉണ്ട്. നമ്മുടെ ഫേസിലെ ടാൻ പോവും, നമ്മുടെ ഫേസിലെ പിഗ്മെൻറ്റേഷനൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ബ്രൈറ്റ് ആവും. ഗൈസ് ട്രസ്റ്റ് മീ, നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. കേട്ടല്ലോ, പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞങ്ങൾ നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതാണല്ലോ പറഞ്ഞത്, ട്രസ്റ്റ് മീ, എന്നെ ട്രസ്റ്റ് ചെയ്യൂ, എന്നെ വിശ്വസിക്കൂ, നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കൂ എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് കുഞ്ചൂസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവിടെ ലിങ്ക് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുമോ ഇല്ലയോ? ഞാൻ കാണിച്ചു തരാം. നിങ്ങളത് ഈ സ്ക്രീൻ റെക്കോർഡ് നോക്കിയേ. ബ്രഷ് ചെയ്യണം. അപ്പോൾ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള നാറ്റ് ഹാബിറ്റ്. ഇതിനകത്ത് എത്ര പേരാണ് ലിങ്ക് എന്ന് പറഞ്ഞ്? ഞാൻ ഏകദേശം ഈ വീഡിയോ കാണുന്ന സമയത്ത് 2300ഓളം കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് 1-2 കമൻറ്റ് മാത്രമാണ് ചേച്ചിയുടെ കാലിന് എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നത്. ബാക്കി എല്ലാവരും ലിങ്ക് എല്ലാവർക്കും ഇവർ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, ആ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ലിങ്കിൽ കയറി വാങ്ങിച്ചാൽ മാത്രമേ ഇവർക്ക് കമ്മീഷൻ കിട്ടുള്ളൂ. ഓക്കെ, ഇതാണ് ഇവിടെ നടക്കുന്ന കലാപരിപാടി. ഇത്തരം ഫേക്ക് പ്രോഡക്റ്റുകൾ, നിങ്ങൾ ആ ഫോട്ടോ കണ്ടല്ലോ, ഞാൻ അതിൽ കൂടുതൽ തെളിവ് വെക്കേണ്ട കാര്യമില്ല. ബിഫോർ ഫോട്ടോ ഭയങ്കര ഡള്ളായിട്ടുള്ള ഫോട്ടോ, ആഫ്റ്റർ ഫോട്ടോ ഭയങ്കര ബ്യൂട്ടി ആയിട്ടിരിക്കുന്നു. അത് ലൈറ്റിൽ വരുത്തിയ മാറ്റം, അല്ലെങ്കിൽ ഒന്ന് ഫിൽറ്റർ ഇട്ടെടുത്തു, ഒന്ന് ഫിൽറ്റർ ഇല്ലാതെ എടുത്തു, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കാതെ നോക്കിയേ, ഇത്രയും പേര് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്തേക്കുന്നത് ഒരാൾ മാത്രമാണ് ഈ പറയുന്ന കാലിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ ഒരാൾ മാത്രം ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ബ്യൂട്ടി വ്ളോഗേഴ്സ് കാണിക്കുന്ന ബ്യൂട്ടി പ്രോഡക്റ്റ് പ്രൊമോഷൻ. ഓക്കെ, യാതൊരു എത്തിക്സും ഇല്ലാതെ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ തന്നെ പറ്റിച്ചുകൊണ്ട് ചെയ്യുന്ന പരിപാടി. അവർക്കൊരു സ്കിൻ പ്രോബ്ലം വരുമ്പോൾ നേരെ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നു, ലക്ഷങ്ങൾ കൊടുക്കുന്നു, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു. എന്നാൽ ഈ ക്രീം വാങ്ങിച്ച് പോരട്ടുന്ന സാധാരണക്കാരോ അവർക്ക് ഈ പറഞ്ഞ ലക്ഷങ്ങൾ കൊടുക്കാനുണ്ടാവില്ല. ഇവർ ഈ സ്കിൻ ഇഷ്യൂ മാറാൻ വേണ്ടി ചിലപ്പോൾ അടുത്ത ക്രീം ഉപയോഗിക്കുമായിരിക്കും, ആരെങ്കിലും പറഞ്ഞിട്ട് ഇത് മാറും എന്ന് പറഞ്ഞിട്ട്. അതിടുമ്പോൾ വീണ്ടും വേറെന്തൊരു ഇഷ്യൂ വരും. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും ബ്യൂട്ടി വ്ളോഗേഴ്സ് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാവരുടെയും കാര്യം പറയുന്നില്ല. 1 മാസം 2 മാസമൊക്കെ സമയമെടുത്ത് ഉപയോഗിച്ചിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഈ പറയുന്ന യൂട്യൂബേഴ്സിനകത്ത് തന്നെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷേ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരാണ് ഇത്തരം ചീപ്പ് പരിപാടി കാണിക്കുന്നത്. സ്വന്തം സബ്സ്ക്രൈബേഴ്സിൻ്റെ ഫേസോ അവരുടെ ശരീരമോ അവരുടെ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, നമുക്ക് കിട്ടുന്ന കാശ് കിട്ടിയാൽ മതി, ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ.
ഇവർ ഈ പറയുന്ന ക്ലിനിക്കിൽ പോയിട്ട് ഫേസ് ഒക്കെ ഗ്ലോ ആക്കിയിട്ട് വന്ന് പറയും ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ആയത്, ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് എൻ്റെ പിമ്പിൾ പോയത്, ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് എൻ്റെ ടാൻ മാറിയത്, പിഗ്മെന്റേഷൻ മാറിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തള്ളി മറിക്കും. ഇത് കേട്ടിട്ട് ഇവരുടെ ആൾക്കാർ പോയിട്ട് എന്ത് ചെയ്യും? ആ ചേച്ചി താ 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 എന്നും പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. ഇത് ഇനിയും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പോയി ചാടിക്കൊടുക്കുക, അതേ പറയാനുള്ളൂ. ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ്, ഞങ്ങൾക്ക് ഈ പറഞ്ഞ ആൾക്കാരോട് യാതൊരു ദേഷ്യവും ഇല്ല. കല്യാണി ആയിക്കോട്ടെ, ഹെലൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന കുഞ്ചൂസ് ആയിക്കോട്ടെ, ഒരാളോടും വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നമില്ല. പക്ഷേ സമൂഹത്തിന് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യം ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് വന്നാൽ അതെടുത്ത് വെച്ച് സംസാരിക്കുക തന്നെ ചെയ്യും. അത് ഇനിയും കണ്ടിന്യൂ ചെയ്യും, ഒരു സംശയം വേണ്ട. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.